സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കുളക്കടവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാധിക. ഈ സമയം അതുവഴി കാറിന് വരുന്ന ജീവ രാധികയെ കണ്ട് വണ്ടി നിർത്തിയിട്ട് രാധികയുടെ പിന്നാലെ തന്നെ പോകുവാണ്. അങ്ങനെ രാധിക കുളക്കടവിലെത്തുവാണ് കേട്ടോ. അവിടെ നിന്നിട്ട് രാധിക ടെൻഷനോട് കൂടി വരേണ്ട കാര്യം ആലോചിക്കണേ. ഈശ്വര, ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് മാറ്റുക, അതിന് നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ജീവ പറയണേ, അല്ല ആരുടെ മനസ്സ് മാറ്റുന്ന കാര്യമോ പറയുന്നത്? എൻ്റെ മനസ്സാണോ? അതാണെങ്കിൽ അങ്ങനെയൊന്നും മാറില്ല കേട്ടോ. അല്ല, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താ ഇയാൾ കുളക്കടവിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്? എന്തായി ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്? ഞാൻ എൻ്റെ ഇഷ്ടം തന്നോട് തുറന്നു പറഞ്ഞതല്ലേ. അന്നേരം രാധിക പറയണേ, ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. ശരി, തന്നെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള സാമർഥ്യമൊന്നും ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ലായിരിക്കും. എന്നാലും എൻ്റെ ദോഷം എന്താണെന്ന് എനിക്ക് ചോദിക്കാമല്ലോ. എന്തുകൊണ്ടാണ് തനിക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത്? അന്നേരം രാധിക പറയണേ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലേ, അതനുസരിച്ചായിരിക്കും ഇഷ്ടവും അനിഷ്ടമൊക്കെ ഉണ്ടാവുക. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ വരുണിൻ്റെ കാറും അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും വരുണും പുറത്തേക്ക് ഇറങ്ങി കുളക്കടവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജീവ പറയണേ, തൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് ശരിയാകുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? അത് കേൾക്കുന്ന രാധിക പറയണേ, എന്തിനാ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരുന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? അതെ, എനിക്ക് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട്. അദ്ദേഹം രാധിക പറയണേ, നിങ്ങൾ ഈ നാട്ടിലെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴല്ലേ എന്നെ കണ്ടത്? എന്നെ കണ്ട് ഇഷ്ടം തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾ ഇനി മറ്റൊരു നാട്ടിലെ ഷൂട്ടിങ് പോയാൽ അവിടെ ആരെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെട്ടില്ലേ? അത് കേൾക്കുന്നതും ജീവ ചോദിക്കണേ, താനെന്താ എന്നെ അങ്ങനെ ഒരാളായിട്ടാണോ കാണുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ അവർ നിന്ന് സംസാരിക്കുമ്പോൾ ആയിരിക്കോട്ടോ വരുൺ അവിടെ വരുന്നത്. വരുൺ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം ജീവ വരുണിനെ കണ്ട് അങ്ങോട്ടേക്ക് നോക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികൻ തിരിഞ്ഞു നോക്കുമ്പോൾ വരുണിനെ കാണുമ്പോൾ രാധികയുടെ ഉള്ളിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും അതൊന്നും മുഖത്ത് അങ്ങനെ പ്രകടിപ്പിക്കാതെ നിൽക്കുകയാണ്. ഈ സമയം ജീവ അവിടെ നിന്ന് മാറി കുറച്ചങ്ങ് നീങ്ങി നിൽക്കുക. അങ്ങനെ വരുൺ രാധികയുടെ അരികിലേക്ക് എത്തുക. അല്ല, താൻ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല. ആലോചിച്ചോ? നമുക്കിടയിൽ എന്താ ആലോചിക്കാനുള്ളതെന്ന് തനിക്കറിയില്ലേ? ഇവിടുന്ന് തന്നെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താണെന്ന് രാധിക ചോദിക്കുക. അന്നേരം വരുൺ പറയണേ, കാര്യങ്ങളെല്ലാം പ്രിയങ്കോട് തുറന്നു പറയുക. അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവൾക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരം എത്രയാണോ അത് കൊടുത്ത് അവളെ പറഞ്ഞേക്കുക. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ജീവിതം തുടങ്ങുക. അത് കേൾക്കുന്നതും രാധിക ചോദിക്കുക, ഭ്രാന്തുണ്ടോ? അന്നേരം വരുൺ പറയണേ, നിന്നോടുള്ള സ്നേഹം അതിൻ്റെ പേര് ഭ്രാന്തെന്നാണെങ്കിൽ അങ്ങനെ തന്നെ. രാധിക പ്ലീസ്, നിന്നോട് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പറഞ്ഞതല്ലേ? അതേക്കുമ്പോൾ രാധിക പറയണേ, എന്നാൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയട്ടെ. പറയും. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യം തോന്നുമോ? ഇല്ല. അന്നേരം രാധിക പറയണേ, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധിക കൈ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് വരുക. അങ്ങനെ വരൻ്റെ നേരെ ചൂണ്ടുമ്പോൾ വരൻ്റെ സന്തോഷമാകുവാണ് കേട്ടോ. പക്ഷേ രാധിക പെട്ടെന്ന് തന്നെ കൈ വിരിച്ച് ജീവയെ ചൂണ്ടിക്കാണിക്കുക. എന്നാൽ ഈ സമയം ജീവ അത് കാണുന്നില്ല. ജീവ വേറെ അങ്ങോട്ടോ നോക്കി നിൽക്കുക. അയാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ രണ്ടാളും ഇഷ്ടത്തില്ല, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വരുക. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ആകെ അങ്ങ് വല്ലാണ്ടാകുവാണ്. വല്ലാതെ അപ്സെറ്റായി പോകുവാണ് കേട്ടോ വരുൺ. രാധിക അവിടെ നിന്ന് പോയതിനു ശേഷം ജീവ വരുണിനെ നോക്കുന്നുണ്ട്. അങ്ങനെ വരുൺ നേരെ ജീവയുടെ അരികിലേക്ക് ചെല്ലുക. ഹലോ, നിങ്ങളുടെ പേരെന്താ? അന്നേരം ജീവ പേരൊക്കെ പറയുക. അന്നേരം വരുൺ ചോദിക്കണേ, ആ കുട്ടി പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അത് സത്യമാണോ? അതേക്കുന്നതും ജീവ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുക. രാധിക അങ്ങനെ പറഞ്ഞോ? ആ അതെ. ആ അത് സത്യമോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ വിവാഹം ഉണ്ടാകും. അദ്ദേഹത്തിനതും വരുണാണെങ്കിൽ ആകെ അങ്ങ് തകർന്നു പോകുവാണ് കേട്ടോ. വരുൺ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ജീവ ചോദിക്കണേ, അല്ല നിങ്ങളുടെ പേരെന്താ? ഈ സമയം ഒന്നും പറയാതെ വരുൺ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ജീവ പറയണേ, എന്നാലും എന്നോട് ഒഴിവാക്കുന്നത് പോലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പെൺപിള്ളേരുടെ ഒരു കുസൃതികളെ എന്നൊക്കെ പറഞ്ഞ് ജീവ ആകെ സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ സങ്കടത്തോടെ അവിടെ നിന്നും പോകുവാണ്. അന്നേരം രാധിക അവിടെ തന്നെ മറഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ. വരുൺ പോയതിനു ശേഷം രാധിക നേരെ ജീവയുടെ അരികിലേക്ക് വരുക. അന്നേരം ജീവ ചോദിക്കണേ, എന്നോട് ഇഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ട് അയാളോട് മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു അല്ലേ? താങ്ക് യു, എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്നേരം രാധിക പറയണേ, അതെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അയാളും എന്നോട് ഇഷ്ടമാണെന്ന് പറയാനാണ് വന്നത്. അയാളെ തൽക്കാലം പിന്തിരിപ്പിച്ച് വിടാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരു കള്ളം പറഞ്ഞത്. എന്നോടൊന്നും തോന്നരുത്. അതേക്കുമ്പോൾ ജീവ പറയണേ, കുറച്ച് നേരത്തേക്കാണെങ്കിലും ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി. സാരമില്ല, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. താൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. അന്നേരം രാധിക പറയണേ, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട, അതൊരിക്കലും നടക്കില്ല. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും ഓടിപ്പോകുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ വാക്കുകളൊക്കെ കേട്ട് ജീവ ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി കണിമംഗലം വിടാൻ കേട്ടോ. അവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പ്രിയങ്ക റെഡി ആയിട്ടിരിക്കുവാണ്. ഈ സമയം ശരത്തിൻ്റെ കോള് വരുവാണ്. ഹലോ പ്രിയങ്കെ, എന്തായി കാര്യങ്ങൾ? നീ റെഡിയല്ലേ? ആ ഞാൻ റെഡിയാ, നീ എത്തിയോ?
ആ ഞാനെത്തി. ഞാൻ ദാ പുറത്ത് പിൻഭാഗത്തിൻ്റെ വാതിലിൻ്റെ അടവൻ നിൽക്കുന്നുണ്ട്. നീ പിൻഭാഗം വഴി പുറത്തേക്ക് വന്നാൽ മതി. ആ ശരി ശരി, ഞാൻ ഉടനെ എത്താം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ഫോൺ കട്ടാക്കുവാണ്. എന്നിട്ട് അലമാര തുറന്ന് ആഭരണപ്പെട്ടിയിലെ ആഭരണങ്ങളെല്ലാം ഒരു തുണിയിലാക്കി പൊതിഞ്ഞിട്ട് ബാഗിലേക്ക് എടുത്തു വെക്കുവാണ് കേട്ടോ. അങ്ങനെ പമ്മി പമ്മി റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഗൗതം ബിജുവിനോട് സംസാരിക്കുന്നുണ്ട്. അതെ, നീ ഇങ്ങനെ ഏത് നേരവും വരൻ്റെ പിന്നാലെ മാത്രം നടന്നാൽ പോരാ. ഈ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി നീ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ബിജുവിനെയും കൂട്ടി ഗൗതം അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പത്മിനി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ പത്മിനി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്തിന് പ്രിയങ്ക പമ്മി പമ്മി താഴത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് പിൻഭാഗത്തെത്തി ആ വാതിൽ തുറന്ന് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ പ്രിയങ്കേനെ പിന്നിൽ നിന്നൊരാൾ തോളി കൈവച്ച് പിടിക്കുന്നത്. അതെ, ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പിൻഭാഗത്തോടി പോയാലോ? നമുക്ക് എല്ലാവരെയും കാണിച്ചുകൊണ്ട് മുൻഭാഗത്തോടി തന്നെ പോകാം. നീ വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കേനെ കൈയോടെ പിടികൂടുവാണ്. അങ്ങനെ പ്രിയങ്കേനെയും കയ്യിലുള്ള ബാഗും ഒക്കെ ആയിട്ട് കൽപ്പന ഹാളിലെത്തുക. എന്നിട്ട് എല്ലാവരും വിളിച്ചു വരുത്തുവാണ് കേട്ടോ. അങ്ങനെ പത്മിനിയും ഗൗതമും അച്ഛനും മുത്തശ്ശിയും എല്ലാവരും എത്തുവാണ്. ഈ സമയം കൽപ്പന പറയണേ, ദേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ, നേരിട്ട് കാണ്. അമ്മയുടെ അച്ഛൻ്റെയും പ്രിയപ്പെട്ട മരുമോള് പിന്നാമ്പുറം വാതിൽ വഴി പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. വരന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുറത്തു പോകുന്നതല്ല, ഈ ബാഗ് കടത്താനായിരുന്നു ഇവളുടെ ഉദ്ദേശം. എന്താ പ്രിയങ്ക മോളെ ഇത്? സത്യമാണോ കൽപ്പന പറയുന്നതൊക്കെ? ദേ സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ബാഗ് ഒന്ന് പരിശോധിക്കുക, എന്തായതിലൊന്ന് കാണാമല്ലോ. അങ്ങനെ കൽപ്പന തന്നെ ബാഗൊക്കെ തുറന്നു നോക്കുവാണ് കേട്ടോ. ആ സമയം തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം കാണുവാണ്. എല്ലാവരും ഈ കാഴ്ച കണ്ട് വായും പൊളിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ, കണ്ടില്ലേ, ദേ ഇത് കണിമക്കൾക്ക് ആഭരണങ്ങളാ. ഈ ആഭരണങ്ങൾ കൊണ്ട് കടന്നു കളയാനായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ പ്രിയ മരുമകളുടെ ഉദ്ദേശം. പ്രിയങ്കേ, എന്താ ഇതൊക്കെ? ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ. കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിൽ എന്തോ ചില പ്രശ്നങ്ങൾ പുകയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. സ്വത്തും പണം ആവശ്യമായിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തരില്ലായിരുന്നോ? എന്തിനാ ഇങ്ങനൊരു ചതി ചെയ്തത്? കുടുംബത്തിന് വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാകും. എന്ത് പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കുടുംബത്തിലൊരാൾ ചതിച്ചാൽ അത് ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. പറയടി, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? പറയടി, എന്ത് ചെയ്യാനായിരുന്നു നിന്റെ ഉദ്ദേശം? അന്നേരം പ്രിയങ്കയെ പൊട്ടിത്തെറിക്കണേ. ഈ ചോദ്യം എന്നോടല്ല, സ്വന്തം മോനോടോ ചോദിക്കേണ്ടത്. എൻ്റെ ഒപ്പം ജീവിക്കാൻ വരന് താല്പര്യമില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നെ ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോകാനായിട്ടാ കൂലിയായിട്ടാ ഇതൊക്കെ എനിക്ക് തന്നത്. അച്ഛൻ പറയുന്ന ഈ കുടുംബത്തിൻ്റെ അഭിമാനം കളഞ്ഞു കുളിക്കാൻ നോക്കുന്നത് അച്ഛൻ്റെ മോൻ തന്നെയാണ്. എൻ്റെ ജീവിതം തകർത്തതും നശിപ്പിച്ചതും എല്ലാം അച്ഛൻ്റെ മോനാ. വരൻ്റെ കണ്ണിൽ ഞാൻ വെറൊരു വാടകക്കാരിയാ, വെറൊരു വാടകക്കാരി. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മുഴുവൻ നിങ്ങളെല്ലാവരും കൂടി ചതിച്ചതാ. ഇത് കേട്ടിട്ട് വീട്ടിലെല്ലാവരും ആണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം പരമേശ്വരന് ഈ വാക്കുകളൊന്നും താങ്ങാനാവുന്നില്ല കേട്ടോ. സ്വന്തം മോൻ പോലും തന്നെ ചതിക്കായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പരമേശ്വരന് വല്ലാത്ത അസ്വസ്ഥത തോന്നുവാണ് കേട്ടോ. അങ്ങനെ നെഞ്ചിൽ കൈവച്ച് അസ്വസ്ഥനായി നിൽക്കുന്ന പരമേശ്വരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്